153 കുടുംബങ്ങൾക്ക് 10 ലക്ഷം വീതം മരണാനന്തര സഹായം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെക്കാൾ വലുതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടേതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ധനസഹായം കണ്ണൂരിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തുടനീളം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോളം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റൊരു സംഘടനയുമില്ലെന്ന് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ആശ്രയ പദ്ധതിയിൽ നിന്നുള്ള 2.5 കോടി രൂപയുടെ മരണാനന്തര സഹായ വിതരണം കണ്ണൂർ നായനാർ അക്കാദമിയിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 ആളുകൾക്ക് നമ്മൾ ഇന്ന് ആശ്രയ പദ്ധതിയുടെ ഭാഗമായി 250 ലക്ഷം രൂപ വിതരണം ചെയ്യുകയാണ്. ഞാൻ കണക്കുകൾ പരിശോധിച്ചപ്പോൾ 153 കുടുംബങ്ങളെയാണ് 10 ലക്ഷം രൂപ വീതം നൽകി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സഹായിച്ചിരിക്കുന്നത്. അതായത് 1530 ലക്ഷം രൂപ. ഈ ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ കൂടി നടത്തിയിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ 10-1 പോലും വരില്ല. കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതമാണ് ജില്ലാ കമ്മിറ്റി നൽകിയത്. വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 18-ന് വ്യാപാരികൾ നടത്തുന്ന ഡൽഹി മാർച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ട സമരമാണെന്നും രാജു അപ്സര പറഞ്ഞു. ഇതിന് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ അനിവാര്യമാണ്. ശക്തമായ പ്രതിഷേധത്തിന്റെ ഫലമായാണ് ഏകപക്ഷീയമായുള്ള അനധികൃത കടപരിശോധന സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയതെന്നും രാജു അപ്സര പറഞ്ഞു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യാം യേച്ചേരി അധ്യക്ഷത വഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി, വൈസ് പ്രസിഡന്റുമാരായ അഹമ്മദ് ഷെരീഫ്, ബാബു കോട്ടയിൽ, അഡ്വക്കേറ്റ് കെ ബൽറാം, ജില്ലാ സെക്രട്ടറി പി ബാഷിദ്, ട്രഷറർ MP തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.